അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇസൂസ് ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ബാഗ് കളക്ഷൻസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സിൽവർ സ്ലിം ബാഗാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് ബാഗിൻ്റെ സെയിം പാറ്റേണിലുള്ള ഡിസൈനും സെയിം കളറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഒരു ടിസ് ടൈപ്പ് ലോക്കാണ്. അതുപോലെ ഇതിൻ്റെ ഇന്നർ പാർട്ട് ഒറ്റൊരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു സിപ്പ് പൗച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് കോയിൻസും ക്യാഷൊക്കെ വെക്കാനൊരു പച്ചടി ചെറിയൊരു പൗച്ചാണ്. പിന്നെ കുറേയൊന്നും നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് പ്ലെയിനാണ്, സിപ്പ് പൗച്ചൊന്നുമില്ല. പിന്നെ ഈ ബാഗ് എൻ്റെ ഉമ്മൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബാഗാണിത്. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഐവറി സ്ലിം ബാഗാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് പ്ലെയിൻ ആണ്, ഡിസൈൻസ് ഒന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആണ്, സിപ്പ് പൗച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ ഒരു ഗോൾഡൻ കളർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണിങ് ഒരു ബട്ടണാണ്. പിന്നെ നേരത്തെ കാണിച്ച ബാഗ് പോലെ തന്നെ ഒറ്റൊരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ സെൻട്രലായിട്ടൊരു സിപ്പ് പൗച്ച് ഉണ്ട്. ഇതിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം തന്നെ സ്റ്റഡിയായി നിൽക്കുന്ന ടൈപ്പ് ബാഗുകളാണ്. പിന്നെ ഈ ഒരു ബാഗ് എൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. തേർഡ് വൺ ഒരു വൈറ്റ് കളർ പാർട്ടി വെയർ ക്ലച്ചാണ്. ഇതിൽ പിന്നെ വൈറ്റ് ബീഡ്സും സ്റ്റോൺസും വെച്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലും ചെറിയ പേൾ വർക്ക് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാഗിന് ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ വളരെ ലിമിറ്റഡായ സ്റ്റോറേജ് പ്ലേസാണ് ഇതിലുള്ളത്. പിന്നെ സെൻറ്ററിലൊരു ചെറിയ സിപ്പ് പൗച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തിട്ട് സ്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഈ ബാഗ് നമ്മൾ ഊട്ടി പോയ സമയത്ത് വാങ്ങിച്ചൊരു ബാഗായിരുന്നു. ഈ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 200 അബോവ് റേറ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വണ് ഒരു വൈറ്റ് ബാഗാണ്. ഇത് ഞാൻ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ 2 പീസസും കൂടെ ഉണ്ടായിരുന്നു, ഒരു സ്ലിംഗ് ബാഗും ഒരു വാലറ്റും. ഇതിന് മൂന്നും കൂടെ 1000 സംതിങ് ആയിരുന്നു റേറ്റ്. പക്ഷേ ആ റേറ്റിന് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല ക്വാളിറ്റിയാണ്, അതുപോലെ നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ബാഗിന്.
നെക്സ്റ്റ് ഒരു പീച്ച് കളർ ബാഗാണ്. ഈ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഏകദേശം 2 കൊല്ലമായി. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ഗോൾഡൻ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ബ്രൗൺ കളർ ഡിസൈൻസ്
ചെയ്യാം, അതുപോലെ ക്ലച്ചായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു സ്ട്രാപ്പ് കൊടുത്തതുകൊണ്ടാണ് സ്ലിം ബാഗായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാഗ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി വെക്കുമല്ലോ, ആ കൂട്ടത്തിൽ വാങ്ങി വെച്ച ഒന്നായിരുന്നു ഈ ബാഗ്. പിന്നെ ഈ ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗോൾഡൻ കളർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡയപ്പേഴ്സ് അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊരു സിപ്പ് പൗച്ച് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാഗ് തന്നെയായിരുന്നു, ഇപ്പോൾ കുറേ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ബാഗ് കളക്ഷൻ വീഡിയോ. കുറേയൊന്നുമില്ല, അത്യാവശ്യത്തിന് കുറച്ച് നോർമൽ ആൻഡ് സിമ്പിൾ ബാഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.